ക്രിസ്മസ് പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സംതൃപ്തിയുടെയും നാളുകളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്, ക്രിസ്മസ് ദിനങ്ങൾ. അപ്പോൾ ഇന്ന് എല്ലാവരും ഈ ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. പക്ഷേ നമ്മുടെ രാജ്യത്ത് ആകമാനം പല ഭാഗങ്ങളിലും ഈ ക്രിസ്തീയ പുരോഹിതർക്കെതിരെയും അതുപോലെ പള്ളികൾക്കെതിരെയും ഈ കരോൾ സംഘങ്ങൾക്കെതിരെയും ഒക്കെ ഒരു സംഘടിതമായ ആക്രമണങ്ങൾ പലപ്പോഴും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് കടന്നു വരുന്നുണ്ട്. ഒരു വശത്ത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് BJP ഒക്കെ ഈ ക്രിസ്തീയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളെ എല്ലാം കൂട്ടുപിടിക്കാനായിട്ടൊരു ശ്രമം. അവിടെ കേക്ക് കൊണ്ട് കൊടുക്കുക, അവരെ പള്ളി സന്ദർശിക്കുക, ഇതെല്ലാം ചെയ്യും ഈ ദിവസങ്ങളിൽ. പക്ഷേ അതിനോടൊപ്പം അവരെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജാർഖണ്ഡിലൊക്കെ ആണെങ്കിൽ വളരെ വലിയ അക്രമങ്ങളാണ് ഈ ഇന്നലെയും ഒക്കെ അരങ്ങേറിയത്. പള്ളികൾക്ക് നേരെയും അതുപോലെ തന്നെ അവിടെ ക്രിസ്തീയ സഭകൾക്കും അതുമാത്രമല്ല വൈദികർക്കും ഒക്കെ നേരെ, കരോൾ സംഘങ്ങൾക്കെതിരെയൊക്കെ ഉള്ള അക്രമങ്ങളെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അവിടെയൊക്കെ അവർ മതം മാറ്റം ആരോപിച്ചായി ചെയ്യുന്നത്. ഒരുത്തനും മതം മാറണമെങ്കിൽ അവൻ മാറിക്കോട്ടെ എന്ന് വെച്ചാൽ പോരെ. ഇത്ര വലിയ നിർബന്ധമൊന്നും ഇതിനകത്ത് മതം മാറാൻ പാടില്ല. മതം എന്നൊക്കെ പറഞ്ഞ ഒരാളെ സ്വകാര്യതയാണ്. അയാൾ ഒരു മതത്തിലോട്ട് പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ലോകം ഇടിഞ്ഞു വീഴും. അങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇവിടെ ഈ അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല സർക്കാരുകൾ പോലും ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നെന്നുള്ള ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഈ ഡിസംബർ 25 എന്ന് പറയുന്നത് ഹോളിഡേ ആണ്, ക്രിസ്മസ് ഹോളിഡേ ആണ്. പക്ഷേ UP-യിൽ അത് ഹോളിഡേ അല്ല. UP-യിൽ ഒരു ഉത്തരവിറങ്ങി, സർക്കാർ സ്കൂളുകളെല്ലാം UP-യിൽ ഈ 25-ാം തീയതി പ്രവർത്തിക്കണം. ക്രിസ്മസുമായിട്ട് എന്ത് തോന്നിവാസം ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ രീതിയിലുള്ള ഒരു അഹങ്കാരം കാണിക്കുന്നത്. ഭരണം കയ്യിലുണ്ടെന്ന് വെച്ചുകൊണ്ട് എന്ത് വൃത്തികേടുകളും കാണിക്കണമെന്നാണോ ഇവരൊക്കെ തീരുമാനിക്കുന്നത്? ക്രിസ്ത്യാനികൾ എന്താ മനുഷ്യരല്ലേ? അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ? ഈ നാട്ടിലെ ആളുകളല്ലേ? ഇവിടുത്തെ പൗരന്മാരല്ലേ? ഇന്ത്യക്കാരല്ലേ അവർ? അപ്പോൾ അവരെ അകറ്റി നിർത്തുന്നത് പോലാണ്. അതായത് സ്കൂളുകളെല്ലാം ക്രിസ്ത്യൻസിൻ്റെ അന്ന് പ്രവർത്തിച്ചോണം. കാരണം അന്ന് AB വാജ്പേയിയുടെ ജന്മദിനമാണ്. വലിയ കാര്യമായി പോയില്ലേ? വലിയ കാര്യമല്ലേ? ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് കാത്തിരിക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങൾക്ക് ഇതേപോലെ ഒരവസരം നിഷേധിക്കുക, ആ സ്കൂളുകളെല്ലാം പ്രവർത്തിച്ചോണം എന്ന് പറയുന്നത്. അത് കണ്ടുകൊണ്ട് ഇവിടെ ഒരാശാനും അതങ്ങ് തീരുമാനമെടുത്തു. ഇപ്പം രാജ്ഭവൻ എന്നുള്ളത് മാറ്റി ലോക് ഭവൻ എന്നാക്കിയില്ലേ പേര്. ലോക് ഭവനിൽ 25-ാം തീയതി എല്ലാവരും വന്നോണം, അവധിയൊന്നുമില്ല എന്നായി. അവസാനം അത് ശരി പ്രശ്നമാണെന്ന് കണ്ട്, കേരളമാണല്ലോ, ഇവിടെ പ്രതികരണ ശേഷിയുള്ള ആളുകളാണ്, UP പോലെ അല്ല. ഇത് കണ്ടപ്പോൾ മനസ്സിലായപ്പോൾ ഒക്കുന്നവർ വന്നാൽ മതി എന്നായി ഇപ്പം. എന്നാലും ആളുകളെ വരുത്തിയേ അടങ്ങുള്ളൂ 25-ാം തീയതി. കാരണം ഇത് മനഃപൂർവ്വമാണ്. 25-ാം തീയതി ഇവരുടെ ആഘോഷ ദിവസമാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം നിർബന്ധമായിട്ട് UP-യിലെ സ്കൂളുകളിൽ പൊക്കോണം, ഇവിടെ ലോക് ഭവനിൽ എല്ലാവരും പൊക്കോണം. ഈ രീതിയിലൊക്കെയുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വികലമായ കാഴ്ചപ്പാട്. ഇവർക്ക് ഒരു അല്പം മര്യാദയില്ലാത്ത പെരുമാറ്റമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ നാടെന്ന് പറഞ്ഞ മതേതരത്വം നിലനിൽക്കുന്ന നാടാണ് എന്നാണ് വെയ്പ്പ്. അതേ ഉള്ളൂ. ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉള്ളതെന്ന് പറയുന്നത് ഉറപ്പാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ക്രിസ്ത്യാനികളെ ഒരു ഭാഗത്ത് കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്നറിയോ? അവർ ഇലക്ഷൻ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതൊക്കെ നോക്കി ഒക്കെ വരും. അതിന് ശേഷം ഇവരെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യും. കാരണം ഈ മുസ്ലിങ്ങളെ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒതുക്കാൻ എളുപ്പമാണ്. അതാണ് അടുത്ത പരിപാടി. ഇനി അത് പൊക്കോട്ടെ. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഗാസിയാബാദിൽ, UP-യിലെ തന്നെ ഗാസിയാബാദിൽ ഒരു പാസ്റ്ററേയും അയാളുടെ ഭാര്യയും തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ് സംഘപരിവാർ പ്രസ്ഥാനക്കാർ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നേതൃത്വത്തിൽ കുറേ ഗുണ്ടകൾ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നു. അതുപോലെ തന്നെ UP-യിൽ തന്നെ ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ
കാഴ്ച പരിമിതിയുള്ള ഒരു പെൺകുട്ടിയെ അതിൻ്റെ കരണത്തടിക്കുകയാണ്. അഞ്ജു ഭാർഗവ എന്ന് പറയുന്ന BJPയുടെ പ്രാദേശിക നേതാവാണ് അഞ്ജു ഭാർഗവ. ആ സ്ത്രീ ആ പടം തന്നെ വന്നതാണ് മാധ്യമങ്ങളിൽ. ഇത് തന്നെ ഇങ്ങനെ അതിൻ്റെ കരണത്തടിക്കുന്നു, കവളത്തടിക്കുന്നു. ആ കുട്ടി എന്ത് ചെയ്തിട്ടാണ്? മതം മാറ്റം ആരും കണ്ണ് കാണാൻ വയ്യതിന്. കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയാണ്. അതിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള ആരെങ്കിലും ചെയ്യുമോ? അതും സ്ത്രീ. ഇതൊക്കെ സ്ത്രീകളാണോ? ഇതൊക്കെ സംഘപരിവാർ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന അതിനകത്ത് ഇറങ്ങി കുറേ എണ്ണം ചാടുന്ന നമുക്ക് കാണാം. അതൊക്കെ സ്ത്രീകളാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ സ്ത്രീകളെന്ന് പറയുന്ന ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല ആരും. ഒരുമാതിരിപ്പെട്ട ശരിയായ ബുദ്ധിയുള്ളവരാരും ഇങ്ങനെ പെരുമാറാറില്ല. ഇത് ആ പെൺകുട്ടിയുടെ കവിളത്തടിക്കുകയാണ്. അതിനെ ഒരുപാട് ആക്രമിച്ചു, ഉപദ്രവിച്ചു. അത് ഇത് മതം മാറ്റം ആരോപിച്ചാണ് കേട്ടോ. അതാണ്. പിന്നെ ഇപ്പം അതൊക്കെ അവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ അവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. UP-യിലാണെങ്കിലും മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനികളെയും എല്ലാം അവിടെ അവരൊന്നും അവിടെ വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത്. അവരൊന്നും നാട്ടുകാരല്ല, അവരൊന്നും ഇന്ത്യക്കാരല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക്. പിന്നെ ഇവിടെ അത് കേരളത്തിൽ വിവരമുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഒരു ഈ പാലക്കാട് കുരുടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് സുരഭി നഗർ, അവിടെ ഒരു 10 കുട്ടികൾ 6ാം സ്റ്റാൻഡേർഡിലും 7ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുട്ടികളാണ്. അവർ ഇതുപോലൊരു കരോൾ പാട്ടുമൊക്കെ പാടി ഡ്രമ്മുമൊക്കെ അടിച്ച് ഇങ്ങനെ പോയി. അവരെ മദ്യപിച്ച് എത്തിയ ഒരുത്തൻ, ചെറുപ്പക്കാരനാണ്, അശ്വിൻ രാജ് എന്ന അവൻ്റെ പേര്. അവനെ ഈ കുട്ടികളെ ഒരുപാട് എല്ലാവരും മർദ്ദിച്ചു. കുട്ടികൾ ഭയപ്പാടായിപ്പോയി. കുഞ്ഞുങ്ങൾക്ക് മദ്യപിച്ച് അവരെ ഈ ഡ്രമ്മൊക്കെ ചവിട്ടി പൊളിച്ച് നാശപ്പെടുത്തി. അവരത് CPM-ൻ്റെ ഡ്രമ്മ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നതായി കുഞ്ഞുങ്ങൾ. ആ കുട്ടികളോടൊക്കെ ഇതുപോലുള്ള ക്രൂരത കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ നോക്കും? അപ്പോൾ ഒരു വലിയ നേതാവ്, BJPയുടെ ഒരു നേതാവ് കേട്ടോ, കാരണം ഈ ചവിട്ടി പൊട്ടിച്ചവനും ഈ അടിച്ചോന്ന് പറഞ്ഞാൽ അശ്വിൻ രാജ് എന്നായിപ്പോല്ലോ അവൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു മദ്യപിച്ച് വന്ന 2 കൂട്ടർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ 6ഉം 7ഉം സ്റ്റാൻഡേർഡുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, കുട്ടികൾ. അവരിപ്പോൾ ഭയപ്പാടിലാണ് ആ കുഞ്ഞുങ്ങൾ. കാരണം അവർ മദ്യപിച്ച് വന്നേക്കുകയാണെന്നാണ് ഇയാളുടെ പ്രസ്താവന. അത് പറഞ്ഞത് വേറെ ആരുമല്ല കേട്ടോ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് വിലസുന്ന ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതുപോലുള്ള ഈ വിഡിത്തം വിളിച്ചു പറഞ്ഞത്. 6ാം സ്റ്റാൻഡേർഡിലും 7ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ മദ്യപിച്ചുകൊണ്ട് വന്നതാണെന്ന് ഇയാൾ പറഞ്ഞു. ആ കുഞ്ഞുങ്ങൾ, അവരുടെ രക്ഷാകർത്താക്കൾക്കൊക്കെ അത് വളരെ വിഷമമായി. ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ ഭയക്കുക. കാരണം ഇനി ഇവർ മദ്യപിച്ചുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞ് സ്കൂളിൽ അവർ ഉപദ്രവിക്കും എന്നാണ് അവരുടെ പേടി. അവരാകപ്പാടെ സമൂഹത്തിൽ പോലും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അത് കൃഷ്ണകുമാർ ഈ പ്രസ്താവന പിൻവലിച്ചു. പക്ഷേ നമുക്ക് പിൻവലിക്കാനും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കൈവിട്ട ആയുധം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. വാവിട്ട വാക്ക്, വായിന്ന് പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞു പോയ സമയം നമുക്ക് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. അതുപോലെ കഴിഞ്ഞു പോയ അവസരം തിരിച്ചെടുക്കത്തില്ല എന്ന് പറയുന്ന പോലെ കൃഷ്ണകുമാറിനെ പോലൊക്കെയുള്ള ആളുകൾ ഇതേപോലുള്ള വൃത്തികേട് വിളിച്ച് പറയാൻ പാടില്ലാത്തതായിരുന്നു. ഇത്രയും വർഗീയത കാണിക്കേണ്ട കാര്യമുണ്ടോ ഈ കാര്യത്തിലൊക്കെ? ആ കുഞ്ഞുങ്ങൾ കരോള് അതുകൊണ്ട് നടക്കുന്ന അവർ പാട്ടുമൊക്കെ പാടും, ആരെങ്കിലുമൊക്കെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അവർക്കതൊരു വലിയ ഇഷ്ടമല്ലേ? അങ്ങനെയുള്ള ഒരു ആഘോഷത്തിൻ്റെ ഈ കാലത്ത് ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇവരെ എടുത്തിട്ട് അടിക്കേണ്ട കാര്യമുണ്ടോ? കരോൾ സംഘങ്ങളെയൊക്കെ ഒരുപാട് സ്ഥലത്തും ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. കഷ്ടമാണ്. അവർ മനുഷ്യരാണ്, അവർക്ക് ആഘോഷിക്കാനുള്ള സമയമാണ്. നമ്മളൊന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കണം അവരെ. സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രത്യാശയുടെയും നാളുകളാണ് ഇതൊക്കെ. അത് എല്ലാവരും ഒരുപോലെ ഒന്ന് ആഘോഷിക്കട്ടത്. അത് ഇന്ന ക്രിസ്ത്യാനികളുടെ ഉത്സവം എന്ന് തന്നെ വേണ്ട, എല്ലാവരും ഒരുപോലെ ആഘോഷിക്കട്ടെ ക്രിസ്മസ്. എനിക്ക് എത്രയോ പേര് ഇവിടെ കേക്ക് കൊണ്ടു തന്നു, ക്രിസ്മസ് ആശംസകൾ പറഞ്ഞു. ഞാൻ ഒരുപാട് ആളുകൾക്ക് ക്രിസ്മസ് ആശംസ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഇത്രയും സങ്കുചിതമായ മനസ്സോടുകൂടി പെരുമാറരുത്. കുറച്ചുകൂടെ വിശാല ഹൃദയമായിട്ട് നമ്മൾ ചിന്തിക്കണം. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് നമ്മൾ നോക്കണ്ട. നമ്മൾ മലയാളികളാണ്, നമുക്ക് നമ്മുടേതായ സംസ്കാരവും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡും ഉണ്ട്. അത് കണക്കാക്കണം. വിവേകമുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അതൊന്ന് കണക്കാക്കിയിട്ട് വേണം ഇതുപോലുള്ള വർത്തമാനങ്ങളൊക്കെ വിളിച്ച് പറയാനും ഇതുപോലെ
ഉള്ള സംഭവങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ചുമതലയാണ്. അത് ചെയ്യണം ഇനിയായാലും.